ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ജയൻ. ഞാനിവിടെ എറണാകുളം ഓഫീസിലാണ് ഉള്ളത്. കലൂരാണ് ഓഫീസ്. വീട് വരുന്നത് പലരുവട്ടം. കുറേ വർഷം ബാങ്കിലായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് വിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രീലാൻസ് ഇതായിട്ട് ഫിനാൻഷ്യൽ കൺസൾട്ടൻസി സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പോൾ ഒരുപാട് വർഷമായി കേട്ടോ. നമ്മളുടെ ഇതേ എനിക്ക് തോന്നുന്നു കുറേ പേർക്കൊക്കെ എന്നെ പരിചയമുണ്ട്, അറിയാം. നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഞാൻ ആദ്യം ഒന്ന് പറയാം. നമ്മുടെ ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ട്, ലോൺസിന്റെ ഡിവിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏതൊക്കെ ലോൺസ് ആണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ആദ്യം ഒന്ന് പറയാം. നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പേഴ്സണൽ ലോൺ ആണ്. പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി ഉള്ള ആളുകൾക്ക് വേണ്ടി മാത്രം, അതായത് സാലറി ഉള്ള ബിസിനസ്സുകാർക്ക് പറ്റില്ല, സാലറീഡ് വരെ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം ചെയ്യുന്ന ലോണാണ് പേഴ്സണൽ ലോൺ. ഓക്കെ, കേട്ടിട്ടുണ്ടോ? കോമൺലി എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വ്യക്തിഗത വായ്പ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഒരു 2 ദിവസത്തിലോ 3 ദിവസത്തിലോ ക്യാഷ് ആവശ്യമുള്ളവര് ചെറിയ പൈസ ചെറിയ സമയത്തേക്ക് എടുക്കുന്നതിനെയാണ് പേഴ്സണൽ ലോൺ എന്ന് പറയുന്നത്. ചെറിയ പൈസ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ലോൺ എമൗണ്ട് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അത് ആളുടെ കപ്പാസിറ്റി അനുസരിച്ച്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 lakh മുതൽ 25 lakhs വരെയാണ്. പേഴ്സണൽ ലോണിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 1 lakh മുതൽ 25 lakhs വരെയാണ്. നോട്ട് ചെയ്യുന്നവർ ചെയ്തോളൂ. ഞാൻ അതുകൊണ്ട് അത്ര സ്പീഡിൽ പറഞ്ഞു പോകുന്നില്ല. പേഴ്സണൽ ലോൺ, അതിനെ അൺസെക്യൂർഡ് പേഴ്സണൽ ലോൺ എന്ന് നോട്ട് ചെയ്തു. അതായിരിക്കും ഏറ്റവും എളുപ്പം. അൺസെക്യൂർഡ് പേഴ്സണൽ ലോണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർട്ടി വേണ്ട എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് സെക്യൂരിറ്റി ഇല്ലാത്ത ലോൺ, അൺസെക്യൂർഡ് പേഴ്സണൽ ലോൺ. 1 lakh മുതൽ 25 lakhs വരെയാണ് അതിന്റെ ലിമിറ്റ്. അതിന്റെ മിനിമം സാലറി എന്ന് പറയുന്നത് 20,000 രൂപയാണ്. 20,000 രൂപയോ അതിൽ കൂടുതലോ സാലറി ഉള്ളവർക്ക് ഈ ലോൺ അപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന സാലറി നിർബന്ധമായിട്ടും ബാങ്ക് വഴി ആയിരിക്കണം. ഇതാണ് പേഴ്സണൽ ലോണിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 നിബന്ധനകൾ. ഇപ്പൊ നിങ്ങളുടെ സൈഡിൽ ഒരാൾ പേഴ്സണൽ ലോൺ വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കേണ്ട ആദ്യത്തെ കാര്യം, താങ്കൾക്ക് സാലറി എത്രയുണ്ട്, അത് ബാങ്കിലാണോ വരുന്നത്? ഇതറിഞ്ഞാൽ നമുക്ക് ഈ ലോൺ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള ഒരു അടിസ്ഥാന വിവരമായി. ബാങ്ക് ത്രൂ സാലറി ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇതിലൊന്നും ചെയ്യാനില്ല. അതല്ല, ഇനി സാലറി കുറവാണ്, ഒരു 16,000 ഉള്ളൂ, 17,000 ഉള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ഡിസ്കസ് ചെയ്തിട്ട് മാത്രം നോ പറയാം. കാരണം അവർ വർക്ക് ചെയ്യുന്നത് നല്ല കമ്പനിയാണ്, അവർക്ക് ESI PF ഒക്കെ ഉള്ള സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കൊരു 15,000 രൂപ വരെ ഉള്ള കേസുകൾ കമ്മിറ്റ് ചെയ്യരുത്. നമ്മളുടെ ടീം ആരും കമ്മിറ്റ് ചെയ്തിട്ട് ഒരു റോങ് ഇൻഫർമേഷൻ വരരുത്. അതൊരു ഓർമ്മയിൽ വെക്കുക. 20,000 രൂപയാണ് നമുക്ക് വേണ്ടത്. 20,000 രൂപ ഇല്ലാതെ 15 18 15 താഴെയാണെങ്കിൽ തുടണ്ട. 15 മുകളിലാണ് സാലറി എങ്കിൽ അത് ബാങ്ക് വഴി വരുന്നുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ, അവർക്ക് ESI PF കാര്യങ്ങളുള്ളവരാണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം. അങ്ങനെ പറയാവുള്ളൂ. ഒരു ട്രൈ ചെയ്ത് കഴിഞ്ഞാലും ഒരു മാക്സിമം ഒരു 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിൽ വിവരം പറയാം. അല്ലെങ്കിൽ കഴിയുമെങ്കിൽ അന്ന് തന്നെ വിവരം പറയാം. യെസ് ആയാലും നോ ആയാലും കഴിയുമെങ്കിൽ അന്ന് തന്നെ വിവരം പറയാം. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ലാഗിങ് വരില്ല. ഇല്ലെങ്കിൽ പിറ്റേ ദിവസം അത് വിട്ടുപോകില്ല. അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, പേഴ്സണൽ ലോണിന്റെ ഡീറ്റെയിൽ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ പ്രൊഡക്റ്റ് ആണ്. 20,000 രൂപ അതിൽ കൂടുതലോ സാലറി വരുന്നുണ്ടോ, സാലറി ബാങ്ക് വഴിയാണോ, ആണെങ്കിൽ നമുക്ക് പേഴ്സണൽ ലോൺ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ 20,000 രൂപ സാലറി ഉള്ള ആള് 10 ലക്ഷം 25 ലക്ഷം ഒന്നും ചോദിച്ചേക്കരുത്. ഈ പറഞ്ഞ അവരവരുടെ എലിജിബിലിറ്റി അതുപോലെ സിബിൽ സ്കോറും അനുസരിച്ചിട്ടാണ് ഇതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും അത് ലോൺ എമൗണ്ടും ഒക്കെ ഫിക്സ് ആവുന്നത്. ഇതിന്റെ സിബിൽ സ്കോർ മിനിമം ഒരു 700 മുകളിൽ, ശരിക്കും 730 വേണം, പക്ഷെ 700 മുകളിലുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണൽ ലോൺ പ്രൊവൈഡ് ചെയ്യാം. ട്രൈ ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ മെയിനായിട്ട് ഫസ്റ്റ് കാര്യം ഇത് മാത്രം ചോദിച്ചാൽ മതി. 20,000 രൂപയോ അതിൽ കൂടുതലോ സാലറി ഉണ്ടോ, അത് ബാങ്ക് വഴിയാണോ? ആണെങ്കിൽ ഒന്നാമത്തെ കടമ്പ കടന്നു. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന ആള് എത്ര നാളായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മുടെ എൻക്വയറി ലിസ്റ്റിൽ ഇടുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. സാലറി ഇത്രയുണ്ട്,
വർക്ക് ചെയ്യുന്നത്, അത് വേണ്ട, വർക്ക് ചെയ്യുന്ന കാര്യം കുഴപ്പമില്ല, അത് ഇവിടുന്ന് വിളിക്കുമ്പോൾ അറിയാൻ പറ്റും. സാലറി ഉണ്ട്, സാലറി ബാങ്ക് വഴിയാണ്. ഇത് മാത്രം നിങ്ങൾ ഉറപ്പിച്ചാൽ നമുക്ക് പേഴ്സണൽ ലോൺ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് ഇമ്മീഡിയറ്റ് റിപ്ലൈ തന്നേക്കാം. ഓക്കെ. സെക്കൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബിസിനസ് ലോൺ ആണ്. അപ്പൊ ഈ പേരുകൾ തന്നെ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ബിസിനസ് ലോൺ എന്ന് പറയുന്നത് ബിസിനസ്സുകാരെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ബിസിനസ് ലോൺ വരുന്നത്. അത് രണ്ട് ടൈപ്പ് ഉണ്ട്. അൺസെക്യൂർഡ് ബിസിനസ് ലോണും ഉണ്ട്, സെക്യൂർഡ് ബിസിനസ് ലോണും ഉണ്ട്. അപ്പൊ ഞാൻ ഈ പറയുന്നത് അൺസെക്യൂർഡ് ബിസിനസ് ലോൺ ആണ്, അതായത് പ്രോപ്പർട്ടി ഇല്ലാത്ത ബിസിനസ് ലോൺ. ഇതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 1 ലക്ഷം തുടങ്ങി മുകളിലേക്ക് 50 ലാക്ക് വരെ, 50 ലക്ഷം വരെ പ്രോപ്പർട്ടി ഇല്ലാത്ത ലോൺ ചെയ്യാൻ പറ്റും. ഇതിന് നമുക്ക് അറിയേണ്ട കാര്യം, നിങ്ങളുടെ സൈഡിൽ നിന്ന് തിരിച്ചറിയേണ്ടത്, കസ്റ്റമറെ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇയാൾ ബിസിനസ് തുടങ്ങിയിട്ട് എത്ര വർഷമായി? 2 കൊല്ലമോ അതിൽ കൂടുതലോ ആയോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് IT റിട്ടേണോ GST ഫയൽ ചെയ്യുന്നവരാണോ? 1 ഇയർ ബാങ്ക് സ്റ്റേറ്റ്മെന്റും ഉണ്ടോ? SB അക്കൗണ്ട് ആയാലും കറണ്ട് അക്കൗണ്ട് ആയാലും, പ്രൊപ്പർട്ടർഷിപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കറണ്ട് അക്കൗണ്ട് SB അക്കൗണ്ട് ഒക്കെ ഒരു ക്ലബ് ചെയ്തിട്ടായാലും കുഴപ്പമില്ല. 1 ഇയർ ആയിട്ട് നല്ല ട്രാൻസാക്ഷൻ ഉള്ള ആളാണോ? അതുപോലെ GST IT റിട്ടേൺ ഉള്ള ആളാണോ? ഉള്ളവരാണെങ്കിൽ നമുക്ക് 10 ലക്ഷത്തിന് മുകളിലേക്ക് ചെയ്യുന്നത് ഈസിയാണ്. ഇല്ലെങ്കിൽ 10 ലക്ഷത്തിൽ നിർത്തേണ്ടി വരും. IT റിട്ടേൺ ഇല്ല, GST ഇല്ല എത്ത ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ആ ലിമിറ്റ് 10 ലക്ഷത്തിൽ നിർത്തേണ്ടി വരും. ഓക്കെ. ബിസിനസ് ലോണിൽ 10 ലക്ഷം വരെ ആണെങ്കിൽ നമുക്ക് IT റിട്ടേൺ നിർബന്ധം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ ലിമിറ്റ് 50 ലക്ഷം വരെയാണ്. പ്രോപ്പർട്ടി ഇല്ലാത്ത ലോൺ 50 ലക്ഷം വരെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് പൊക്കോളൂ കേട്ടോ. ഇതിൽ വേണ്ടത് ഇത്രയേ ഉള്ളൂ. 2 കൊല്ലത്തെ IT റിട്ടേൺ ഉണ്ടോ എന്ന് ചോദിക്കുക. IT റിട്ടേൺ ഇല്ല എങ്കിൽ 1 ഇയർ GST ഉണ്ടോ എന്ന് ചോദിക്കുക. 1 ഇയർ GST, 1 കൊല്ലത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് 10 ലക്ഷം വരെയുള്ള ബിസിനസ് ലോൺ ചെയ്യാം. 10 ലക്ഷത്തിന് മുകളിലേക്കാണെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺസ് വേണം, ITR വേണം. പിന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 കൊല്ലമെങ്കിലും ആയിട്ടുണ്ടാവണം. അത് 2 കൊല്ലം കഴിഞ്ഞാലും നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. നേരത്തെ 20,000 താഴെ വന്നാലും നമ്മൾ ശ്രമിക്കാം എന്ന് പറഞ്ഞില്ലേ, അതുപോലെ പറയുന്ന റൂള് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ റൂളല്ല, പോളിസി ശരിക്ക് പറയുന്നത് 3 വർഷമാണ്. ഇൻ കേസ് അത് 2.5 കൊല്ലം ഉള്ളൂ, അല്ലെങ്കിൽ ഇനി 2 കൊല്ലം കഴിഞ്ഞേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാലും കേസ് വൈസ് നല്ല ഫയലാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ. ബിസിനസ് ലോണിന് നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒന്നും കൂടി ഞാൻ പറയുന്നുണ്ട്. IT റിട്ടേൺ ഉണ്ടോ എന്ന് ചോദിക്കുക. IT റിട്ടേൺ ഇല്ല എങ്കിൽ GST ഉണ്ടോ എന്ന് ചോദിക്കുക. ഇനി അതും അല്ലെങ്കിൽ എന്തെങ്കിലും ഗവൺമെന്റ് വാലിഡ് ലൈസൻസ് ഉണ്ടോ, ഫുഡ് ആൻഡ് സേഫ്റ്റിയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും SSI സർട്ടിഫിക്കറ്റുകളോ, എന്തെങ്കിലും ഗവൺമെന്റ് ഇഷ്യൂ ചെയ്ത വാലിഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ, പഞ്ചായത്ത് ലൈസൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും 1 ഇയർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ 10 ലക്ഷം വരെ ചെയ്യാം. 10 ലക്ഷത്തിന് മുകളിലേക്ക് വരുമ്പോൾ ITR GST നിർബന്ധമാണ്. ഓക്കെ. അടുത്തത് ഹോം ലോൺ ആണ്. ഹോം ലോൺ നമ്മൾ സാധാരണ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ നമ്മളുടെ ഇവിടെ ഫയൽസ് വരുന്നതും കാര്യങ്ങളും ഒക്കെ കുറവാണ്. എൻക്വയറി വരുന്നുണ്ട്, പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ തട്ടിത്തടഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. അത് നമുക്ക് കസ്റ്റമറെ തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹോം ലോണിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒന്ന്, ഹോം ലോൺ എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വീട് വാങ്ങാൻ, അല്ലെങ്കിൽ വീട് പണിയാൻ, അതല്ലെങ്കിൽ ഉള്ള വീടിന്റെ മുകളിൽ ഒരു ഫ്ലോറും കൂടി പണിയാൻ വേണ്ടി, അങ്ങനെ പല ആവശ്യങ്ങൾക്ക്, അല്ലെങ്കിൽ റിനോവേഷൻ, എക്സ്റ്റൻഷൻ, അങ്ങനെ എന്തിനു വേണേലും, ലാൻഡ് മേടിക്കാൻ, എല്ലാം ഹോം ലോണിലാണ് വരുന്നത്. ഹോം ലോൺ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഇതേ സെയിം മാറ്റർ തന്നെയാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. ഒന്ന്, കസ്റ്റമർ എന്താണ് ചെയ്യുന്നത്? എഴുതിയെടുത്തോളൂ. ആരെങ്കിലും നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നോട്ട് ചെയ്തു. കസ്റ്റമർ എന്താണ് ചെയ്യുന്നത്? സാലറീഡ് ആണോ, സെൽഫ് എംപ്ലോയിഡ് ആണോ? അത് തിരിച്ചറിയാം. ചോദിക്കുക, സാർ എന്താ ചെയ്യുന്നത്? ഹോം ലോൺ ചോദിക്കുന്ന കസ്റ്റമറോട് ചോദിക്കുക, സാർ എന്താണ് ചെയ്യുന്നത്? സാലറീഡ് ആണെങ്കിൽ നിങ്ങൾ നോക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, പേഴ്സണൽ ലോണിലുള്ള ഡോക്യുമെന്റ് ഇല്ലേ, ഇൻകം പ്രൂഫ്. പേഴ്സണൽ ലോണിൽ നമ്മൾ ഇൻകം പ്രൂഫ് എന്താണ് ചോദിച്ചത്? 3 മാസം സാലറി സ്ലിപ്പും 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. ഇൻകം പ്രൂഫ് എന്നാണ് അതിനെ പറയുക. അതാണ് എടുക്കേണ്ടത്. അത് പ്ലസ് പ്രോപ്പർട്ടി ഡോക്യുമെന്റിന്റെ കോപ്പി.
ആദ്യ കോപ്പി വേണം. ലോൺ സാങ്ഷൻ ആയി കഴിയുമ്പോൾ ഒറിജിനൽ ബാങ്കിൽ സബ്മിറ്റ് ചെയ്താൽ മതി. ഹോം ലോൺ സാലറീഡ് ആണെങ്കിൽ, സാലറീഡ് പേഴ്സൺ ആണെങ്കിൽ പേഴ്സണൽ ലോണിൽ എടുക്കുന്ന അതേ സാധനങ്ങൾ തന്നെയാണ്. സാലറി ബാങ്കിലാണോ എന്ന് ചോദിക്കുക. അതിനിപ്പോൾ ബാങ്കിലല്ലെങ്കിലും ഹോം ലോൺ ആയതുകൊണ്ട് നമുക്ക് ചെയ്യാം. കാര്യം പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഹോം ലോൺ ചെയ്യുന്നതിന് വേറെ രീതികളുണ്ട്. പക്ഷെ നമുക്ക് അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ. സാലറി എത്രയുണ്ട്, 20 ഉണ്ടോ, ഇല്ല 15 ഉണ്ടോ, നമുക്ക് ട്രൈ ചെയ്യാം. സാലറി ബാങ്കിലാണോ വരുന്നത്, ബാങ്കിലല്ല എന്നുണ്ടെങ്കിൽ പോലും പ്രോപ്പർട്ടി സെക്യൂരിറ്റി ആയിട്ടുള്ളത് കൊണ്ട് വി ക്യാൻ ട്രൈ, അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ ഹോം ലോണിലും സിമ്പിൾ ആയിട്ട് ഞാൻ ആ പ്രൊഡക്റ്റ് പറഞ്ഞത്. പേഴ്സണൽ ലോണിന് നമ്മൾ എന്താണ് ഇൻകം പ്രൂഫ് കൺസിഡർ ചെയ്യുന്നത്, അതേ സാധനം ഇവിടെ ട്രൈ ചെയ്യുക, ഹോം ലോണിൽ ട്രൈ ചെയ്യുക. ഇനി അത് അവർക്ക് തരാനില്ല, സാലറി ബാങ്ക് വഴി അല്ല, ക്യാഷാണ് എന്ന് പറയുകയാണെങ്കിൽ പോലും നമുക്ക് ഇവിടെ ഹോം ലോൺ ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാം. കാരണം അസറ്റ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഇവർ ഈ പറയുന്ന ഇൻകം പ്രൂഫ് പ്രോപ്പർ അല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. പിന്നെ ഫസ്റ്റ് ഇപ്പൊ ഹോം ലോൺ പറഞ്ഞു, സാലറീഡ് പറഞ്ഞു. ഹോം ലോൺ ബിസിനസ്സുകാർക്കാണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ടീമിലെ എല്ലാവരും കസ്റ്റമറോട് സംസാരിക്കുമ്പോൾ ചോദിക്കുന്ന കാര്യം ഇതാണല്ലോ, സാറ് സാലറീഡ് ആണോ സെൽഫ് എംപ്ലോയ്ഡ് ആണോ എന്ന് തിരിച്ചറിയുക. സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ ബിസിനസ് ലോണിൽ എന്താണോ നമ്മൾ ചോദിച്ചത്, അൺസെക്യൂർഡ് ബിസിനസ് ലോണിൽ എന്താണോ നമ്മൾ ആവശ്യപ്പെട്ടത്, അതേ സാധനം തന്നെയാണ് ഇവിടെ ഇൻകം പ്രൂഫ് ആയിട്ട് വരുന്നത്. അതായത് അവിടെ ഐ ടി റിട്ടേൺ, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടോ, അതല്ലെങ്കിൽ GST റിട്ടേൺസ് ഉണ്ടോ. ഇനി GST റിട്ടേണും ഇല്ല, ITR ഇല്ല, പക്ഷെ ഒരു ബിസിനസിന്റെ പ്രൂഫ്, അയാൾക്ക് ഒരു ഷോപ്പോ അല്ലെങ്കിൽ ഒരു പലചരക്കടയോ ഒരു ഹോട്ടലോ ചായക്കടയോ എന്തെങ്കിലും ആവട്ടെ, ഇതിന്റെ ലൈസൻസ് ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന, മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ആരെങ്കിലും ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഒരു വാലിഡ് ലൈസൻസ് ഉണ്ടെങ്കിൽ, അത് 2 കൊല്ലം വിന്റേജ് ഉള്ളതാണെങ്കിൽ നമുക്ക് ഹോം ലോൺ ചെയ്യാം. അപ്പൊ എന്താ വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റം വരും. അത് ഞാൻ പറയാം പിന്നീട്. ഇപ്പൊ ഒന്നിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അത് പറ്റില്ല, അത് നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല, കൺഫ്യൂഷനാവും. അപ്പോ ഹോം ലോൺ സെൽഫ് എംപ്ലോയ്ഡ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. ഹോം ലോൺ സെൽഫ് എംപ്ലോയ്ഡിന് നമ്മൾ ആദ്യം അറിയേണ്ടത്, ഫസ്റ്റ് അറിയേണ്ടത് കസ്റ്റമർ സെൽഫ് എംപ്ലോയ്ഡ് ആണോ സാലറീഡിലാണോ ഡൈവേർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ 2 കൊല്ലത്തെ IT റിട്ടേൺ ഉണ്ടോ എന്ന് ചോദിക്കുക. ഇനി അതില്ല എങ്കിൽ GST 1 ഇയർ ഉണ്ടോ എന്ന് ചോദിക്കുക. ഇനി അതും ഇല്ലെങ്കിൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്ത വാലിഡ് സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക. അതും 1 ഇയർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഹോം ലോൺ ചെയ്യാം. ഇന്ന് നമ്മുടെ നാട്ടിൽ നാഷണലൈസ്ഡ് ബാങ്കുകളൊന്നും അങ്ങനെ ചെയ്യില്ല. അവർക്ക് കൃത്യമായ ഇൻകം പ്രൂഫ് ഉണ്ടെങ്കിലേ ചെയ്യുള്ളൂ. പക്ഷെ നമുക്ക് എവിടെ നിന്നെങ്കിലും ലോൺ ചെയ്തു കൊടുക്കാം കസ്റ്റമർക്ക്. ആ ഒരു വഴി, അയാൾക്ക് വീട് മേടിക്കാനുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനി ഇതൊന്നും ഇല്ലാതെ ഉള്ളവരാണെങ്കിൽ പോലും ഗവൺമെന്റ് ലൈസൻസ്, ഒരു കാറ്ററിംഗ് സർവീസ് നടത്തുന്ന ഒരാൾ, ഒരു കേസ് കഴിഞ്ഞ ദിവസം വന്നല്ല, ഞാൻ ആൾക്ക് അത് ആരുടെ ഫയലാണെന്ന് എനിക്കറിയില്ല, നമ്മുടെ ഗ്രൂപ്പിലുള്ളതാണോ അല്ലെങ്കിൽ നേരത്തെ ഉള്ള ആളുടെ ആണോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ടീമിലെ മെമ്പർ ഷെയർ ചെയ്തൊരു കേസുണ്ട്. ഒരു കാറ്ററിംഗ് നടത്തുന്നു. ആ കേസിൽ അവർക്ക് വേറെ ഒരു ഇൻകം പ്രൂഫും ഇല്ല, കാറ്ററിംഗിന് ലൈസൻസ് ഉണ്ട്, പിന്നെ 1 ഇയർ ബാങ്ക് സ്റ്റേറ്റ്മെന്റും ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ലോൺ ചെയ്യുന്നുണ്ട്. കാരണം അയാൾ കാറ്ററിംഗ് തുടങ്ങിയിട്ട് ഒരു 2-3 കൊല്ലമായി എന്നാണ് പറഞ്ഞത്. ലൈസൻസ് കിട്ടി തന്നിട്ടില്ല, 2-3 കൊല്ലമായി, എനിക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ബേസിൽ നമ്മൾ ഹോം ലോൺ ചെയ്യും. വേറെ അങ്ങനെ ഇടിപിടിയൊന്നും ആരും ചെയ്യില്ല. അത് വേറൊരു ബാങ്കിൽ ചെന്നാലോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പലിശ കൂടുതൽ കൊടുക്കേണ്ടി വരും. നാഷണലൈസ്ഡ് ബാങ്കുകളൊട്ട് ചെയ്യുകയില്ല. അപ്പൊ നമുക്കിത് കൃത്യമായിട്ട് തിരിച്ചറിയാം, ഇത് എവിടെ ചെയ്യാൻ പറ്റും. നല്ല നമ്മുടെ ഇത് ചെയ്യുന്നതിന്, ലോൺ ചെയ്യുന്നതിന് നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ടീമുണ്ട്. അവർക്ക് ഈ പ്രൊഡക്റ്റ് കൃത്യമായിട്ട് അറിയാം. ഇത് ഈ ഫയൽ എവിടെ ഫിറ്റ് ആവും, എവിടെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ കസ്റ്റമർ വരുമ്പോൾ കിട്ടിയാൽ മതി. നമുക്ക് കിട്ടേണ്ട റിപ്ലൈ അത്രയേ ഉള്ളൂ. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് നമുക്ക് ഒരുമിച്ച് ടേക്കപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹോം ലോൺ സാലറീഡ്, ഹോം ലോൺ സെൽഫ് എംപ്ലോയ്ഡ് ഞാൻ പറഞ്ഞു. അടുത്തത് വരുന്നത് ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടിയാണ്. ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റേത് നമുക്ക് ഒരു കൃത്യമായ ആവശ്യം, വീട് വാങ്ങാൻ അല്ലെങ്കിൽ സ്ഥലം മേടിക്കാൻ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മളുടെ ആവശ്യങ്ങൾ എന്താണ്? എൻ്റെ കയ്യിൽ വീട് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് തീർന്ന ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ഒരു കൊമേഴ്സ്യൽ പ്രോപ്പർട്ടിയോ ഉണ്ടെന്ന് വിചാരിക്കുക. എനിക്കൊരു കടമുറി
അല്ലെങ്കിൽ ഷട്ടർ ഇട്ട 2 റൂമുണ്ട്, അതല്ല എങ്കിൽ വേറെ ഒരു വീടും സ്ഥലവും ഉണ്ട്. ഇത് വെച്ചുകൊണ്ട് എനിക്ക് ഫണ്ട് വേണം. ഈ ക്യാഷ് എനിക്ക് കുട്ടികളുടെ പഠിത്തത്തിനാവാം, മാരേജ് പർപ്പസ് ആവാം, എഡ്യൂക്കേഷൻ ആവാം, ചിലപ്പോൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾക്ക് ഹോസ്പിറ്റലിലേക്ക് ചെലവിനാവാം, എന്തിനു വേണേലും ആവാം. മറ്റേതിന് നമുക്കത് നടക്കില്ല. ക്യാഷ് ആയിട്ട് നമ്മുടെ കയ്യിൽ അങ്ങനെ കിട്ടില്ല. വീടിന്റെ വർക്കിനനുസരിച്ചൊക്കെ ആയിരിക്കും അത് കിട്ടുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ്. ഈ പറയുന്ന ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ലാപ്പ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, അതായത് നമുക്ക് നിലവിലുള്ള ഒരു കൊമേഴ്സ്യൽ ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു വീടോ വെച്ചിട്ട് നമുക്ക് ക്യാഷിന് ആവശ്യമുണ്ട്. ആ ക്യാഷ് നമുക്ക് എന്താവശ്യത്തിന് ഉപയോഗിക്കാം. ഇങ്ങനെ എടുക്കുന്ന ലോണുകളെയാണ് ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇതിന് നോർമൽ ഹോം ലോണിനേക്കാളും കുറച്ചും കൂടി പലിശ കൂടുതലാണ്. ഒരു 0.5 മുതൽ 1%, 1.5% ഒക്കെ കൂടുതൽ ഉണ്ടാവാം. കാരണം അത് ക്യാഷ് ആയിട്ട് നമുക്ക് ബാങ്ക് തരുന്ന ലോണാണ്. ഇതിലും നമ്മൾ അറിയേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം, കസ്റ്റമർ സാലറീഡ് ആണോ സെൽഫ് എംപ്ലോയിഡ് ആണോ. സാലറീഡ് ആണെങ്കിൽ സെയിം ഡോക്യുമെന്റ് തന്നെ 3 മാസത്തെ സാലറി സ്ലിപ്പ്, 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, സാലറി ബാങ്ക് വഴി ആണോ വരുന്നത് എന്നുള്ളത് നോക്കുക. ഹോം ലോണിലുള്ളത് പോലെ തന്നെ ഇതിൽ ഒരു ഇതുണ്ട്, ക്യാഷ് സാലറി നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഹോം ലോണിൽ ഞാൻ നേരത്തെ പറഞ്ഞു സാലറി ബാങ്ക് വഴി ആണെങ്കിൽ എല്ലാവരും ചെയ്യും. ബാങ്ക് വഴി അല്ലെങ്കിലും ഹോം ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടിയിൽ ക്യാഷ് ആയിട്ടാണ് അയാൾക്ക് സാലറി കിട്ടണം. എനിക്ക് ഒരു കടയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ആ കടയിൽ നിന്ന് എനിക്ക് സാലറി സർട്ടിഫിക്കറ്റ് മാത്രമേ കിട്ടുള്ളൂ, സാലറി ബാങ്ക് വഴി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടഫാണ്. എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. എൻക്വയറി, അങ്ങനത്തെ എൻക്വയറി ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ഇതിൽ ഓർമ്മയിൽ ഉണ്ടാവണം. അത് നടക്കുന്ന ഉറപ്പുള്ള കേസല്ല, പക്ഷെ നമ്മൾ ട്രൈ ചെയ്ത് എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിലും ചോദിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. 20,000 രൂപ അല്ലെങ്കിൽ സാലറി ഉണ്ടോ, അത് ബാങ്ക് വഴിയാണോ, ഇനി 15 രൂപ ആയാലും എത്രയാണ് ഉള്ളത് അത് ബാങ്ക് വഴിയാണോ. ആണെങ്കിൽ ആ കേസ് നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. ഇനി അതല്ല എങ്കിൽ കുറച്ചും കൂടി കോംപ്ലിക്കേഷൻസ് അതിൽ വരും. ക്യാഷ് സാലറി ആണെങ്കിൽ ചെറിയ എമൗണ്ടുകളെ ഫണ്ട് ചെയ്യാൻ പറ്റുള്ളൂ, വലിയ എമൗണ്ട് ചോദിച്ചിട്ട് കാര്യമില്ല. ചിലർ ചോദിക്കാറുണ്ട്, ക്യാഷ് സാലറി ആണ്, എനിക്ക് അവിടെ നിന്ന് 50,000 രൂപയുടെ സാലറി സർട്ടിഫിക്കറ്റ് എഴുതി കിട്ടും, എനിക്ക് നിങ്ങൾ 30 ലക്ഷം തരുമോ 20 ലക്ഷം തരുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് കേസുകൾ വരാറുണ്ട്. അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്നതിന്റെ കാരണം 50,000 രൂപ സാലറി ഉള്ള ഒരാളാണെങ്കിൽ കൃത്യമായിട്ട് അയാൾ എന്തായാലും IT അടയ്ക്കും, അല്ലെങ്കിൽ TDS കട്ട് ചെയ്യും. അപ്പൊ അത് എന്റെ ജെന്യൂനിറ്റിയിൽ പ്രശ്നം വരുന്നത് കൊണ്ട് തന്നെ ബാങ്ക് അതൊന്നും കൺസിഡർ ചെയ്യില്ല. അപ്പൊ ഇതൊന്ന് പ്രത്യേകം ഓർത്തുകൊള്ളുക. സാലറി ബാങ്ക് വഴി അല്ലെങ്കിലും നമുക്ക് ഹോം ലോണും ലാപ്പും ചെയ്യാം. അതൊന്ന് ഡിസ്കസ് ചെയ്യണം എന്ന് മാത്രം. ആരോടും പെട്ടെന്ന് നോ പറയരുത്. പേഴ്സണൽ ലോൺ ആണെങ്കിൽ നടക്കില്ല, അത് നിങ്ങൾ പറഞ്ഞോളൂ, കുഴപ്പമില്ല. പക്ഷെ ഹോം ലോൺ, ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി നമുക്ക് ക്യാഷ് സാലറി ആണെങ്കിലും, ഇനി സാലറി കുറവാണ്, വൈഫിൻ്റെയും കൂടി ക്ലബ് ചെയ്താലേ 20,000 ആവുള്ളൂ, രണ്ടുപേർക്കും 10,000 ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ട്രൈ ചെയ്യാം ഹോം ലോണും ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി. ഓക്കെ, അടുത്തത് കാർ ലോൺ ആണ്. ഇതിന് ലിമിറ്റ് ഒന്നുമില്ല കേട്ടോ. ഈ ഹോം ലോണിനും ലാപ്പിനും ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടിക്കും ലിമിറ്റ് ഒന്നുമില്ല. 5 ലക്ഷം മുതൽ 5 ലക്ഷത്തിൽ താഴെ ചെയ്താൽ നമുക്ക് അതുകൊണ്ട് കാര്യമില്ലാത്ത ഇതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. 5 ലക്ഷം തുടങ്ങി മുകളിലേക്കുള്ള ഫയൽസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഗുണമുള്ളൂ. അല്ലെങ്കിൽ അതുകൊണ്ട് അധ്വാനം കൂടുതലായിരിക്കും, അതിനുള്ള ഒരു റിസൾട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരു 5 ലക്ഷം മുതൽ മുകളിലേക്ക് എത്ര കോടിയുടെ ഫയലാണെങ്കിലും നമുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതിന്റെ ലോൺ ലിമിറ്റ് എന്ന് പറയുന്നത് 5 ലക്ഷം തുടങ്ങി മുകളിലേക്ക് അൺലിമിറ്റഡ് ആണ്. എലിജിബിലിറ്റി നോക്കിയിട്ട് എത്ര വേണേലും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഹോം ലോണും ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി. അടുത്തത് കാർ ലോൺ ആണ്. കാർ ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാർ ലോണിൽ യൂസ്ഡ് ഉണ്ട്, ന്യൂ കാർസ് ഉണ്ട്, കൊമേഴ്സ്യൽ വെഹിക്കിൾ ഉണ്ട്. ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഇതിനെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഫസ്റ്റ് കാര്യം, കസ്റ്റമറെ തിരിച്ചറിയുക. സാലറീഡ് ആണോ സെൽഫ് എംപ്ലോയിഡ് ആണോ. സാലറി ബാങ്കിൽ വരുന്നുണ്ടോ, കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാം. ഇനി സാലറി ബാങ്ക് വഴി അല്ലെങ്കിലും 10 ലക്ഷം 15 ലക്ഷം വരെയുള്ള കാർ ലോൺ നമുക്ക് ചെയ്യാം. സാലറി ആൾക്കാർക്ക് ചെയ്യാം, ബിസിനസ്സുകാർക്കും ചെയ്യാം. 10 ലക്ഷം 15 ലക്ഷം വരെ ഉള്ളതിനൊന്നും ഇൻകം ടാക്സ് റിട്ടേണോ GST വേണമെന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ഇയാൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഇയാൾ നടത്തുന്ന സ്ഥാപനത്തിന്റെ എന്തെങ്കിലും ഒരു ലൈസൻസിന്റെ കോപ്പി, 1 വർഷത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കാർ ലോൺ, ന്യൂ കാർ ചെയ്യാം, യൂസ്ഡ് കാർ ചെയ്യാം, പിന്നെ കൊമേഴ്സ്യൽ വെഹിക്കിൾ ചെയ്യാം. ഇതെല്ലാം ചെയ്യുന്നതിന് ഈ ഒരു കാര്യം മാത്രം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായാൽ മതി. അതായത്
സാലറീഡ് ആണോ, സെൽഫ് എംപ്ലോയിഡ് ആണോ, സാലറി ബാങ്കിൽ വരുന്നുണ്ടോ, ഇനി ഇല്ല എങ്കിൽ പോലും നമുക്ക് സാലറീഡിന് കാർ ലോൺ ചെയ്യാം, കൊമേഴ്സ്യൽ വെഹിക്കിൾ വേണമെങ്കിലും ചെയ്യാം, അതൊന്നും പ്രോബ്ലം ഇല്ല. കാരണം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, പേഴ്സണൽ ലോൺ നമ്മൾ പറയുമ്പോൾ അതിന് അസറ്റ് ഇല്ല, സെക്യൂരിറ്റി ഒന്നുമില്ല. ഇതങ്ങനെയല്ല, ഇവർ ലോൺ അടച്ചില്ലെങ്കിൽ ഇവർക്ക് തിരിച്ചു പിടിക്കാൻ ഒന്നില്ലെങ്കിൽ ഒരു വാഹനം അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം. നമുക്ക് ട്രൈ ചെയ്യാം. അപ്പൊ കാർ ലോൺ നിങ്ങളുടെ മനസ്സിൽ എൻക്വയറി വരുമ്പോൾ ഓർത്തോളുക, ഇത് വേണമെങ്കിൽ ചെയ്യാം, പുതിയ കാർ ചെയ്യാം, യൂസ്ഡ് കാർ ചെയ്യാം, കൊമേഴ്സ്യൽ വെഹിക്കിളുകൾ, ഓട്ടോറിക്ഷയും ടൂ വീലറും നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ. ഓട്ടോറിക്ഷ ടൂ വീലറും നമ്മൾ ചെയ്യുന്നില്ല. അതിന് മുകളിലേക്കുള്ള വെഹിക്കിൾ, കാറ്, അവിടെ നിന്ന് മുകളിലേക്കുള്ള ട്രക്ക്, ബസ്സുകൾ, എന്ത് വേണേലും ചെയ്യാം. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചോളൂ. ഈ പറഞ്ഞ ഏതെങ്കിലും ടൈപ്പ് എൻക്വയറീസ് വരികയാണെങ്കിൽ ഒന്നും തന്നെ പെട്ടെന്ന് വിട്ടുകളയരുത്, ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് മാത്രം, അതായത് സാലറി ഇല്ല അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാണ്, ബിസിനസ്സിന് IT ഒന്നും ഇല്ല എന്ന് കരുതി വിട്ടുകളയണ്ട. ഇത് അസറ്റ് ഉള്ളതാണ്, ഇയാൾ അടച്ചില്ലെങ്കിൽ ഈ ഇവർക്കൊരു കാറോ അല്ലെങ്കിൽ ഒരു ട്രക്കോ എന്തെങ്കിലും അവർക്കൊരു സെക്യൂരിറ്റി ഉണ്ട്. അതുള്ള കേസുകളായതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ അത് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. അപ്പോൾ കാർ ലോണും കൊമേഴ്സ്യൽ വെഹിക്കിൾ ലോണും എല്ലാം ഈ ഒരു ഇതിലാണ് വരുന്നത്. അടുത്ത ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് വേറെ ഒരു ഫുൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് ഇപ്പൊ എല്ലാവരും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം, സിവിൽ സ്കോർ ഇല്ല. സിവിൽ സ്കോർ ഇല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ വീട് പണി ചെയ്യാൻ പറ്റുന്നില്ല. നിലവിൽ സ്ഥലമുണ്ട്, വീട് പണിയാൻ എനിക്ക് സ്ഥലമുണ്ട്, പക്ഷെ അവിടെ വീട് പണിയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ലോൺ കിട്ടുന്നില്ല. കാരണം എൻ്റെ സിവിൽ സ്കോർ പഴയ ഏതെങ്കിലും ലോണിന്റെ പ്രശ്നങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ ഉള്ള ലോൺ കൃത്യമായിട്ട് അടയ്ക്കാൻ പറ്റാതിരുന്ന ഒരു കാലഘട്ടത്തിൽ സംഭവിച്ച പ്രശ്നം കൊണ്ടോ ഒക്കെ എൻ്റെ സിവിൽ സ്കോർ മോശമായിട്ടുണ്ടാവാം. അങ്ങനെയുള്ള കേസുകളിൽ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ, സ്വന്തമായി സ്ഥലമുണ്ട്, അവിടെ ഒരു വീട് പണിയണമെങ്കിൽ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഹോം ലോൺ കൊടുക്കാം. അത് നിങ്ങൾ ഓൾ കേരള ബേസിസിൽ, കാസർഗോഡ് ജില്ല മാത്രം കുറച്ച് ടൈറ്റ് ആയിരിക്കും. അവിടെ നിന്ന് ഇപ്പുറത്തേക്കുള്ള എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇങ്ങനെയുള്ള ഫയൽസ് ഉണ്ടെങ്കിൽ, ഒരാള് നാട് മുഴുവൻ നടന്നു ലോൺ അപ്ലൈ ചെയ്ത് കിട്ടുന്നില്ല, എനിക്ക് സിവിൽ സ്കോർ ഇല്ല എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ, അയാളുടെ ആവശ്യം ഒരു വീട് പണിയലാണെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. ഓക്കെ, ഇത് പ്രത്യേകം നോട്ട് ചെയ്തോളൂ. ഹോം ലോണിലും വരുന്ന പ്രൊഡക്റ്റ് ആണ്, മറ്റേ പ്രോപ്പർട്ടി ലോണിലല്ല പറയുന്നത്, ഹോം ലോണിൽ വരുന്ന പ്രൊഡക്റ്റ് ആണ്. ഒരു വ്യക്തിക്ക് വീട് പണിയാനാണെങ്കിൽ സിവിൽ സ്കോർ ആണ് തടസ്സമെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞല്ലോ. അതൊരു വേറൊരു സെഗ്മെന്റ് ആയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിക്കോട്ടെ. ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ RBI നിർദ്ദേശിക്കുന്ന കുറെ മാനദണ്ഡങ്ങളുണ്ട്. ഈ പറയുന്ന പ്രോപ്പർട്ടിയിലേക്ക് വഴി ഉണ്ടാവണം, റോഡ് ആക്സസ് ഉണ്ടാവണം, പിന്നെ നിലമാവരുത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം വേറെ നമുക്ക് നോക്കാം. ഇപ്പൊ നിങ്ങൾ എൻക്വയറി പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയേണ്ട ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു പോയത്. പിന്നെ വരുന്നത് കൊമേഴ്സ്യൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ പ്രോജക്ട് ലോൺസ് ആണ്. അതാണ് നമ്മുടെ കയ്യിൽ വരുന്ന ലാസ്റ്റ് പ്രൊഡക്റ്റ്, കൊമേഴ്സ്യൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ പ്രോജക്ട് ലോണുകൾ. അതായത് ഇപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുന്ന വഴികളിലെല്ലാം ഒരുപാട് വലിയ വലിയ ബിൽഡിങ്സിന്റെ വർക്ക് നടക്കുന്നുണ്ട്. ഈ ബിൽഡിംഗ് പണിയുന്നതിന് അവർക്ക് പൈസ ആവശ്യമുണ്ടാവും. അപ്പോൾ ഇവരുടെ കയ്യിൽ ചിലപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പർ വാലിഡ് ആയിട്ടുള്ള ഒരു ഇൻകം പ്രൂഫ് ഉണ്ടാവില്ല. ഇവർ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിൽഡിംഗ് വർക്ക് തീർന്ന് അടുത്ത ഒരു കൊല്ലത്തിനുള്ളിൽ നമുക്ക് റെന്റിന് കൊടുക്കാം, ഈ റെന്റ് ചെയ്ത് നമ്മുടെ ഈ ലോൺ അടഞ്ഞു തീരും. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കടമുറികൾ പണിയുന്നു, അത് ഞാൻ വാടകയ്ക്ക് കൊടുക്കുന്നു, ആ വാടക കൊണ്ട് ലോൺ അടയുന്നു. അതൊരു ഭയങ്കര വലിയൊരു പ്രൊഡക്റ്റാണ്. അത് മെയിൻ റോഡുകൾ അല്ലെങ്കിൽ ഒരു പ്രൈം ലൊക്കേഷൻ, ഒരു നല്ല സ്ഥലത്തുള്ള ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ നമുക്കിത് ഇങ്ങനെയുള്ള ഒരു കേസ് ചെയ്യാം. അതിന് പ്രത്യേകിച്ച് ഇൻകം പ്രൂഫോ കാര്യങ്ങളോ ഒന്നും വേണ്ട, പ്രോജക്റ്റ് റിപ്പോർട്ടാണ് വേണ്ടത്. അതായത് പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്രോജക്റ്റ് റിപ്പോർട്ട് വായിച്ച് നോക്കുമ്പോൾ അതിൽ ബോധ്യപ്പെടണം, എനിക്ക് മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയി അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഒരു 10 സെന്റ് സ്ഥലമുണ്ട് അല്ലെങ്കിൽ 30 സെന്റ് സ്ഥലമുണ്ട്, അവിടെ ഞാൻ ഇന്ന ഒരു 4 ഫ്ലോർ ബിൽഡിംഗ് പണിയുന്നു, ഓരോ ഫ്ലോറിനും റെന്റ് ഇത്ര പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള പ്രോജക്റ്റ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബേസിൽ മാത്രം നമുക്ക് ഈ പറഞ്ഞ
ലോൺ ചെയ്യാം. അതിനെയാണ് പ്രോജക്റ്റ് ലോൺ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, പിന്നെ ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ, വലിയ വലിയ മെഷീനറികൾ. കാര്യം ആ മെഷീനറി വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് എനിക്ക് ആ ലോൺ അടയ്ക്കാൻ പറ്റും. അത് ഫ്യൂച്ചർ ഇൻകമാണ്, ഭാവിയിൽ വരാൻ പോകുന്ന ഇൻകമാണ്. അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളുണ്ട്. അപ്പൊ അതൊക്കെ റയറാണ്. വരികയാണെങ്കിൽ അത്യാവശ്യം വലിയ വോളിയം ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ വരുമ്പോഴും ഒന്ന് ഡിസ്കസ് ചെയ്യുക ഏതെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പം മെയിനായിട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഇപ്പൊ എല്ലാവരുടെയും മനസ്സിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം പേഴ്സണൽ ലോൺ, ബിസിനസ് ലോൺ, ഹോം ലോൺ, ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, കാർ ലോൺ. കാർ ലോണിൽ തന്നെ ഏതൊക്കെയാണ്? കൊമേഴ്സ്യൽ വെഹിക്കിൾ ഉണ്ട്, യൂസ്ഡ് കാർ ഉണ്ട്. ഓക്കെ. പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഹോം ലോൺ കൺസ്ട്രക്ഷൻ. വീട് പണിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ സിബിൽ സ്കോർ തടസ്സമാണെങ്കിലും നമുക്ക് ചെയ്യാം. പിന്നെ വരുന്നതോ കൊമേഴ്സ്യൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷനും പ്രോജക്റ്റ് ലോൺ. ഇത്രയും പ്രൊഡക്റ്റുകളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ എഡ്യൂക്കേഷണൽ ലോൺ. എഡ്യൂക്കേഷണൽ ലോൺ പ്രോപ്പർട്ടി ഉള്ള കേസാണെങ്കിൽ മാത്രം നോക്കാം. പ്രോപ്പർട്ടി ഉള്ള കേസുകളാണെങ്കിൽ നമുക്ക് ചെയ്യാം, പ്രോപ്പർട്ടി ഇല്ലാത്ത കേസുകളാണെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ RBI റൂള് പ്രകാരം 7.5 ലക്ഷം വരെ, ശരിക്ക് പറഞ്ഞാൽ പോളിസി, RBI പോളിസി പ്രകാരം 7.5 ലക്ഷം വരെ നിലവിൽ പ്രോപ്പർട്ടി വേണ്ടെന്നാണ്. പക്ഷെ നമുക്കത് സെല്ല് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയിട്ടില്ല. നമ്മൾ ചെയ്യുന്ന ലോണുകൾക്ക് എന്താണെങ്കിലും പ്രോപ്പർട്ടി പ്ലെഡ്ജ് ചെയ്യേണ്ടി വരും. അപ്പൊ ഒരു കസ്റ്റമർ പറയുകയാണെങ്കിൽ എനിക്ക് 10 ലക്ഷം ലോൺ വേണം അല്ലെങ്കിൽ 15 ലക്ഷം ലോൺ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോട്ടെ ഇനി 5 ലക്ഷം മതി എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി വേണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ടൈപ്പ് എൻക്വയറി വരികയാണെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടത് പ്രോപ്പർട്ടി ഉണ്ടോ. അതിൽ ചോദിക്കേണ്ട കാര്യം സാലറീഡ് ആണോ സെൽഫ് എംപ്ലോയ്ഡ് ആണോ എന്നുള്ളതല്ല. എഡ്യൂക്കേഷൻ ലോണിന് നമ്മൾ ചോദിക്കേണ്ടത് സാലറീഡ് ആണോ സെൽഫ് എംപ്ലോയ്ഡ് ആണോ എന്നല്ല, പ്രോപ്പർട്ടി ഉണ്ടോ. പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് എത്ര സെന്റ് സ്ഥലവും വീടുമാണ്, അല്ലെങ്കിൽ അതിൽ ബിൽഡിംഗ് ഉണ്ടോ, അതിലേക്ക് വഴി സൗകര്യം ഉണ്ടോ, ഇതാണ് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷണൽ ലോൺ ചെയ്യാം. അതിലും ഇൻകം പ്രൂഫ് അല്ല നോക്കുന്നത്, ഇവർ ജോലിയൊക്കെ കിട്ടി അത് റീപേ ചെയ്യുന്ന കപ്പാസിറ്റി ആവുന്ന സമയം വരെയുള്ള രീതിയിൽ, കോഴ്സ് കഴിഞ്ഞ് 3 മാസം 6 മാസത്തിനുള്ളിൽ അടച്ചു തുടങ്ങാവുന്ന രീതിയിൽ നമുക്ക് ലോൺ ചെയ്യാം. പക്ഷെ ഓൺലി തിങ് നിങ്ങളുടെ മനസ്സിൽ ഇതുണ്ടാവണം, ഇതിന് പ്രോപ്പർട്ടി നിർബന്ധമാണ്. അല്ലാത്ത കേസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അവരോട് പറഞ്ഞേക്കുക, അതായത് നമുക്ക് നമ്മളുടെ കയ്യിലുള്ള ഒരു പ്രൊഡക്റ്റ് അല്ലാത്തത് കൊണ്ടാണെന്നുള്ളത് അവരോട് പറയാം. അവർ ചിലപ്പോൾ പല സ്ഥലങ്ങളിലും ബാങ്കിൽ അന്വേഷിക്കുമ്പോൾ ലോൺ എമൗണ്ട് 2.5 ലക്ഷം അല്ലേ അല്ലെങ്കിൽ 4 ലക്ഷം അല്ലേ തരാന്നൊക്കെ മാനേജർ പറയും. പക്ഷെ അത് അത്ര ഈസി ആയിട്ട് ചിലപ്പോൾ ഒഴിച്ചിട്ട് പോകാൻ പറ്റില്ല. കാരണം നമ്മുടെ റവന്യൂ ആണല്ലോ നമ്മൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ പ്രൊഡക്റ്റിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഒരു വ്യക്തിക്ക് പ്രോപ്പർട്ടി ഉണ്ട്, അതിന്റെ പ്രോപ്പർട്ടിയുടെ എല്ലാം ബാങ്കിലൊക്കെ വെച്ചിരിക്കുകയാണ്. അത് ലോണിന്മേൽ ലോൺ ആയിട്ടിരിക്കുക, കടത്തിന്മേൽ കടമായിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ വ്യക്തിക്ക് നമ്മൾ എങ്ങനെ എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കാൻ പറ്റും? അല്ല, എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കുന്നതിന് പ്രശ്നമില്ല. അവിടുത്തെ ലോൺ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ടോ? അത് ഇടയ്ക്കൊക്കെ പെൻഡിങ് ആയതോ അങ്ങനെയൊക്കെ അങ്ങനെ വന്നാൽ ബുദ്ധിമുട്ടാണ്. അതേസമയം അവിടെ കൃത്യമായിട്ട് അടച്ചു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ പ്രോപ്പർട്ടി ഇങ്ങോട്ട് ടേക്ക് ഓവർ ചെയ്തിട്ട് എഡ്യൂക്കേഷൻ ലോൺ കൂടി കൂടുതൽ കൊടുക്കാം. അതായത് അവിടെ 10 ലക്ഷം ഉണ്ട്, അവിടെ ഒരു 10 ലക്ഷം ഉണ്ട്, അത് എല്ലാ മാസവും അടയ്ക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ ചോദിച്ചപ്പോൾ അവർ തന്നില്ല എന്ന് പറയുന്ന കേസാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 10 ലക്ഷം കൂടി ടേക്ക് ഓവർ ചെയ്തിട്ട് എഡ്യൂക്കേഷൻ ലോൺ സെപ്പറേറ്റ് കൊടുക്കും. സാറേ, ഒരു ഡൗട്ട് കൂടെ. ഈ പേഴ്സണൽ ലോൺ സാറ് പറഞ്ഞായിരുന്നു, പേഴ്സണൽ ലോൺ എല്ലാം മനസ്സിലായി. പക്ഷെ ഈ NRI ആളുകളുണ്ടല്ലോ, അവരാണ് എന്നോട് കൂടുതലും പേഴ്സണൽ ലോണുകളും മറ്റു ലോണുകളൊക്കെ ചോദിക്കുന്നത്. അപ്പൊ അവർക്ക് മിനിമം എത്ര രൂപയാവും? ക്ലയൻസ് കൂടുതൽ NRIക്കാരാണ്. അവർക്ക് ഈ പേഴ്സണൽ ലോണുകളൊക്കെ വേണമെന്ന് പറഞ്ഞു. ഈ NRI പേഴ്സണൽ ലോൺ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ടൈറ്റ് പ്രൊഡക്റ്റ്. വേറെ ആരും ചെയ്യുന്നില്ല. 1-2 ബാങ്കുകളും മാത്രമേ NRI പേഴ്സണൽ ലോൺ ചെയ്യുന്നുള്ളൂ. അത് എന്തിന്റെ ബേസിലാണ് ചെയ്യണതെന്ന് വെച്ചാൽ, എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തോ. ഇത് എന്തിന്റെ ബേസിലാണ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് 1 ഇയറിനുള്ളിൽ അവര് ഗൾഫിൽ നിന്ന് അല്ലെങ്കിൽ യൂറോപ്പോ കാനഡ എവിടെയോ ആയിക്കോട്ടെ, അവരുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് എത്ര രൂപ നാട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. ഓക്കെ, അത് നോക്കും. 1 ഇയറിനുള്ളിൽ എത്ര രൂപ അയച്ചിട്ടുണ്ട്, അതിൽ 6 മാസത്തിനുള്ളിൽ എത്ര അയച്ചിട്ടുണ്ടെന്ന് നോക്കും. ആ 6 മാസത്തിനുള്ളിൽ അയച്ച എമൗണ്ട് ലോണായിട്ട് കൊടുക്കുകയുള്ളൂ. അതായത് ഒരു കൊല്ലത്തിൽ അയാൾ ചിലപ്പോൾ 25 ലക്ഷം അയച്ചിട്ടുണ്ടാവും. പക്ഷെ അത് കാണും. എന്നാൽ പോലും ലാസ്റ്റ് 6 മാസത്തിൽ എത്രയുണ്ട്? 6 മാസത്തിനിടയിൽ ചിലപ്പോൾ 3 ലക്ഷം ഉള്ളെങ്കിൽ ആ 3 ലക്ഷം വരെ ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ.
രണ്ടാമത്തെ കാര്യം, മിനിമം ഒരു സാലറി എന്ന് പറയുന്നത് ഒരു 1,00,000 രൂപയെങ്കിലും ഉണ്ടാവണം. അതാണ് എല്ലാ ഹോം ലോൺ ആണെങ്കിലും വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ മിനിമം സാലറി പേഴ്സണൽ ലോണിന് പ്രത്യേകിച്ച് 1,00,000 രൂപയെങ്കിലും സാലറി ഉണ്ടാവണം. അത് നാട്ടിലേക്ക് ഇനി എത്ര അയച്ചിട്ടുണ്ടെന്ന് നോക്കും. ആ അയച്ചയിൽ 6 മാസത്തിനിടയിൽ എത്രയാണോ അയച്ചിരിക്കുന്നത് ആ അയച്ച തുകയെ ലോൺ കൊടുക്കുകയുള്ളൂ. അതാകെ 1-2 ബാങ്കുകളെ കേരളത്തിൽ ഈ പ്രൊഡക്റ്റ് ചെയ്യുന്നുള്ളൂ. നേരെ മറിച്ച് ഹോം ലോൺ ആണെങ്കിൽ നമുക്ക് 50,000 രൂപ സാലറി തുടങ്ങി മുകളിലേക്ക് എത്ര ഉണ്ടെങ്കിലും ചെയ്യാം. 50,000 രൂപയോ അതിൽ കൂടുതലോ NRI സാലറി. ഇപ്പൊ അത് അറേബ്യൻ കൺട്രീസിലാണ്. ബിനസറിനെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്തു. ഒരാള് വീട് ഹോം ലോൺ ആണ് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ 50,000 രൂപ കൂടുതൽ സാലറി അറേബ്യൻ എമിറേറ്റ്സിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവണം. യൂറോപ്പ്, US, UK ഒക്കെ ആണെങ്കിൽ 2,00,000 രൂപ വേണം. ഷിപ്പിലാണെങ്കിലും 2,00,000 രൂപ വേണം. ഓക്കെ. അപ്പൊ പേഴ്സണൽ ലോൺ ക്ലിയർ ആയില്ലേ? പേഴ്സണൽ ലോണിൽ 6 മാസത്തിനിടയിൽ സാറ് നാട്ടിലേക്ക് എത്ര രൂപ അയച്ചിട്ടുണ്ടെന്ന് ചോദിക്കുക, അവിടെ സാലറി എത്ര ഉണ്ടെന്ന് ചോദിക്കുക. ഇപ്പൊ അവിടെ സാലറി 1,00,000 രൂപ ഉണ്ടാവും, പക്ഷെ നാട്ടിലേക്ക് അയച്ചേക്കണത് 2,00,000 ഉള്ളെങ്കിൽ നമുക്ക് 2,00,000 ലോൺ കൊടുക്കാൻ പറ്റില്ല. പിന്നെ പ്രധാന കാര്യം, പേഴ്സണൽ ലോണിന് മാത്രം ആള് ഇവിടെ ഉണ്ടാവണം, ആപ്ലിക്കന്റ് ഇവിടെ ഉണ്ടാവണം, അല്ലെങ്കിൽ ഇൻകം ഉള്ള ആൾ ഇവിടെ ഉണ്ടാവണം. കാരണം അതിന് പവർ ഓഫ് അറ്റോർണി എടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ല. ഹോം ലോൺ പ്രോപ്പർട്ടി പറയൂ സാർ. ഒരു ഡൗട്ട് ഇവിടെ. അപ്പൊ വിദേശത്തുള്ള ഹസ്ബൻഡ് വൈഫിന് പേരിലോട്ടാണ് അയക്കുന്നത്. ഒരു 50,000 രൂപ വെച്ച് അയച്ചെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ അയക്കുമ്പോ വൈഫിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ആ ലോണിന്? അല്ല, ആളിവിടെ ഉണ്ടാവണം. ആളുണ്ടാവണം. വൈഫിന്റെ പേരിൽ എടുക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ സാർ. ഓക്കെ. ആളിവിടെ ഉണ്ടാവണം. പേഴ്സണൽ ലോൺ ആട്ടോ ഞാൻ പറഞ്ഞത്. പേഴ്സണൽ ലോൺ ആണെങ്കിൽ ആളിവിടെ ഉണ്ടാവണം. ഓക്കെ. അപ്പോ അല്ല, പിന്നെ ഹോം ലോണില് നേരെ മറിച്ച് 1,00,000 രൂപ സാലറി നാട്ടിലേക്ക് എത്ര അയച്ചു എന്നുള്ളതെല്ലാം നോക്കണം. നാട്ടിലേക്ക് അയക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കും. ചിലവര് ഫുൾ ഫാമിലി ഒക്കെ ആയിട്ട് വിദേശത്ത് സെറ്റിൽ ആണെങ്കിൽ അവർക്ക് നാട്ടിലേക്ക് അയക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ വന്നു കഴിഞ്ഞാൽ നമ്മള് ഹോം ലോൺ ചെയ്യും കേട്ടോ. നാട്ടിലേക്ക് പൈസ അയക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കും. എന്നാൽ പോലും നമുക്ക് ഹോം ലോൺ ചെയ്യാം. പ്രോപ്പർട്ടി ഉള്ള ലോണുകളിൽ അങ്ങനെ ഒരു വലിയ കടുംപിടുത്ത നിബന്ധന ഉണ്ടാവില്ല. ഓക്കെ. ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയൊക്കെയാണ്? പേഴ്സണൽ ലോൺ ആണെങ്കിൽ 10.90 മുതൽ, അതായത് ഏകദേശം 11% മുതൽ 21% വരെ വരും. പേഴ്സണൽ ലോൺ വർഷത്തിലാണ് കേട്ടോ. എല്ലാം പെർ ആനമാണ് ഞാൻ ഈ പറയുന്നത്. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സിബിൽ സ്കോറും അവർ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഡീറ്റെയിലും അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ കമ്പനിയുടെ പ്രൊഫൈൽ അനുസരിച്ചാണ് ഈ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. അതായത് ഉദാഹരണം, ഇപ്പോൾ ഒരാള് വർക്ക് ചെയ്യുന്നത് വിപ്രോയിലാണ് അല്ലെങ്കിൽ IBM-ലാണ് എങ്കിൽ അത് വലിയ ടോപ്പ് കമ്പനിയാണ്. അപ്പൊ ഏറ്റവും കുറഞ്ഞ പലിശയിൽ ലോൺ കൊടുക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ കൃത്യമായി തിരിച്ചടയ്ക്കും, അല്ലെങ്കിൽ ബാങ്കിന് റിസ്ക് കുറവാണ്, അവിടെ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ഡിഫോൾട്ട് ആക്കില്ല എന്ന കാരണങ്ങൾ കൊണ്ട് ബാങ്ക് പലിശ, അതായത് കമ്പനിയുടെ പ്രൊഫൈലും ആളുടെ സിബിൽ സ്കോറും അനുസരിച്ചിട്ടാണ് പേഴ്സണൽ ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനിക്കപ്പെടുന്നത്. അത് 10.90 മുതൽ 21-22% വരെ വരുന്നുണ്ട്. ബിസിനസ് ലോണിന് വരുന്നത് നമുക്ക് 14% മുതൽ 24% വരെ വരുന്നുണ്ട്. അതും എങ്ങനെയാണ് നോക്കുന്നത്? ലോൺ എമൗണ്ടും അതുപോലെ സിബിൽ സ്കോറുമാണ് അവിടെ നോക്കുന്ന കാര്യം. ലോൺ എമൗണ്ടും സിബിൽ സ്കോറിനും അനുസരിച്ചിട്ടാണ് ബിസിനസ് ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ആവുന്നത്. ഓക്കെ. ഹോം ലോണില് ഇപ്പോഴത്തെ ഏറ്റവും കുറഞ്ഞ പലിശ എന്ന് പറയുന്നത് 7.5% ആണ്. 7.5 മുതൽ ഒരു 9% വരെയാണ് നോർമൽ റേറ്റിൽ ഹോം ലോണിന്റെ പലിശ ഫിക്സ് ആവുന്നത്. അതും എന്താ നോക്കുന്നത്? സിബിൽ സ്കോറും ലോൺ എമൗണ്ടും ആണ് നോക്കുന്നത്. നല്ല സിബിൽ സ്കോർ ഉണ്ട്, നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് 7.5%-നോ 7.45 വരെ ചെയ്യാം. ഇനി സിബിൽ സ്കോർ കുറച്ച് പ്രശ്നമുണ്ട്, 700-ൽ താഴെയാണ്,
690 ഉള്ളൂ, അങ്ങനെയുള്ള കേസാണ്. സാലറി കുറച്ച് കുറവാണ്, ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ എന്താവും 8.5% ഒക്കെ പലിശ വരാം. ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നതിന്റെ പലിശ തുടങ്ങുന്നത് 8.5%-ലാണ്. അവിടെ മുതൽ 14% വരെ പലിശ വരുന്നുണ്ട്. ഈ സൊസൈറ്റിയിലൊക്കെ വരുന്നത് പോലെ 14%, 13% വരെയൊക്കെ സൊസൈറ്റികളുടെയൊക്കെ പലിശ അങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. ആ റേഞ്ചിൽ 8% മുതൽ ആ റേറ്റ് വരെ പലിശ വരുന്നുണ്ട് ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി. അടുത്തത് കാർ ലോൺ. അതിൽ എല്ലാത്തിലും ലോൺ എമൗണ്ടും സിബിൽ സ്കോറും ആണ് കേട്ടോ അതിന്റെ മാനദണ്ഡം. ഇപ്പൊ 5 ലക്ഷം ലോണിന് വേണ്ടി വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8% ലോൺ കൊടുക്കില്ല, ബാങ്ക് കൊടുക്കില്ല. ബാങ്ക് ചോദിക്കും 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം ലോൺ എടുക്കണതൊക്കെ എന്തിനാണ് ഇങ്ങനെ റേറ്റ് കൊടുക്കണം. 50 ലക്ഷം 70 ലക്ഷം അല്ലെങ്കിൽ 1 കോടിയോ അങ്ങനെ വല്ല കേസുകളൊക്കെ ആണെങ്കിൽ നമുക്ക് റേറ്റ് ബാർഗനിങ് വരുള്ളൂ. ഒരു 25 lakhs അല്ലെങ്കിൽ 50 lakhs താഴെ റേറ്റ് കിട്ടില്ല. ഓക്കെ, കാർ ലോണിന്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോഴത്തെ റേറ്റ് 8.25 അല്ലെങ്കിൽ 8% മുതൽ 9% വരെയാണ് പുതിയ കാർ ലോണുകളുടെ ഇൻട്രസ്റ്റ്. പുതിയ കാറിന്റെ റേറ്റ് ആണ് ഞാൻ പറഞ്ഞത്. 8% മുതൽ 9, 9.5 അങ്ങനെയുള്ള റേറ്റ് ആണ് വരുന്നത്. യൂസ്ഡ് കാറിന് 12% മുതൽ 18% വരെയൊക്കെ വരുന്നുണ്ട്. അത് അവരുടെ സിബിൽ സ്കോറും ആ വണ്ടിയുടെ വിലയും മാർക്കറ്റ് വിലയും നോക്കിയിട്ടാണ് ആ റേറ്റ് ഫിക്സ് ആവുന്നത്. യൂസ്ഡ് ആണെങ്കിൽ നമുക്ക് 8% മുതൽ 9, 9.5 വരെ വരുന്നു. യൂസ്ഡ് അല്ല, ന്യൂ കാർ ആണെങ്കിൽ 12 മുതൽ 18% വരെയുള്ള രീതിയിലൊക്കെ റേറ്റ് വരുന്നുണ്ട്. കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആണെങ്കിലും അതുപോലെ തന്നെയാണ്, സെയിം റേറ്റ് ആണ്. ഓക്കെ, സിബിൽ സ്കോറും ലോൺ എമൗണ്ടും ആണ് ഇതിന്റെയൊക്കെ ബേസിക് അടിസ്ഥാനം എന്ന് പറയുന്നത്. അല്ല, അതിന്റെ റേറ്റ് ഒരു 9.5% മുതൽ 10% വരെയൊക്കെയാണ് വരുന്നത്. അത് ഹോം ലോൺ കൺസ്ട്രക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്, വീട് പണിയാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ റേറ്റ് വരുന്നത് ഒരു 9.5 മുതൽ 10% വരെയൊക്കെയുള്ള റേറ്റ് ആണ് വരുന്നത്. സാറേ, എഡ്യൂക്കേഷൻ ലോണിന്റെ ഒന്നുകൂടെ ഒന്ന് പറയാമോ? പെർസെന്റേജ് എത്രയാണ് പ്രോപ്പർട്ടി? എഡ്യൂക്കേഷൻ ലോണിന്റെ പ്രോപ്പർട്ടി വേണം എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പ്രോപ്പർട്ടിയാണ്, വാല്യുവേഷൻ ഒക്കെ ഉള്ള പ്രോപ്പർട്ടിയാണ്. ഈ പഠിക്കുന്ന സ്റ്റുഡന്റിന്റെ പാരന്റ്സിന് ജോലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ 9.5% മുതൽ മുകളിലേക്ക് ആണ് റേറ്റ് വരുന്നത്. 9.5 സ്റ്റാർട്ടിങ് ഒരു 9.5 പ്രതീക്ഷിച്ചുള്ളൂ. അത് കോഴ്സ് തീർന്ന് 3 മാസം വരെ അടയ്ക്കണം എന്നാണ്, അല്ലെങ്കിൽ 6 മാസം. 6 മാസം വരെ മൊറട്ടോറിയം വരും. അതായത് ഒരാള് ഒരു മെഡിസിൻ ആണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ 4 കൊല്ലം 3 കൊല്ലത്തെ ഇതും കഴിഞ്ഞ് സർജൻസി കഴിഞ്ഞ് 4.5 കൊല്ലം കഴിഞ്ഞാൽ 5-ാമത്തെ 6 മാസം കോഴ്സ് കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോഴത്തേക്ക് റീപേയ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള കേസുകൾ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അപ്പൊ വിളിച്ചോ, നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നോ പറഞ്ഞാൽ മതി. ഓക്കെ സാർ, ഓക്കെ. ശരി. ഓക്കെ. കസ്റ്റമറെ തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും ഫയൽസ് നടക്കാതെ പോകുന്നത്. പക്ഷെ അപ്പൊ അത് എല്ലാവർക്കും അതൊരു സങ്കടം കിട്ടും. അയ്യോ, ഞാൻ ശ്രമിച്ചല്ലോ, നടന്നില്ല, ഞാൻ ഇത്രയും ഫയൽ എടുത്തല്ലോ, എനിക്ക് നടന്നില്ല എന്നുള്ളൊരു ഫീല് വരും. അതിന്റെ കാരണം ഇതാണ്, നമ്മൾ പറയുന്ന കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്, ആ പാരാമീറ്റേഴ്സിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതാണ് കാര്യം. ഓക്കെ, അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്റെ നമ്പർ ഉണ്ട്, വിളിച്ചോളൂ. ഏതെങ്കിലും കേസുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഡൗട്ട് അറിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആണെങ്കിൽ വിളിച്ചോ. ഇനി ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇല്ലെങ്കിൽ വോയിസ് ഇട്ടോ, ഞാൻ റിപ്ലൈ ഇട്ടോളാം. എന്താണ് നിങ്ങളുടെ ഡൗട്ട് എന്നുള്ളത് ചോദിച്ചാൽ ഞാൻ റിപ്ലൈ ഇട്ടോളാം. അപ്പൊ ശരി, ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ് എല്ലാവരോടും.